ഇത്രയും ലോകവിവരമുള്ള താൻ മണ്ടത്തരാ കാണിച്ചത്. എടോ, ഇതൊക്കെ നയത്തിലും ലോഹ്യത്തിലും വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ? ആദ്യം ആ തള്ളയുടെ പറച്ചിൽ കേട്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വന്നു. കാര്യമില്ല, കേസിന് പോയാൽ തനിക്കറിയാലോ, ചുരുങ്ങിയത് 5-6 കൊല്ലെങ്കിലും കേസ് കോടതി കിടന്ന് കെട്ടിത്തിരി. അതറിയാം. മാസം ഒന്നും തികച്ചില്ല. ഞാൻ പെങ്ങളുടെ ഭർത്താവിനോട് എന്താ പറയാ? കുറച്ച് കാപ്പി എടുക്കട്ടെ? ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം അവൻ കാപ്പി. ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വളരെ സ്നേഹപൂർവ്വം താണുകയാണ് അപേക്ഷിക്കും. തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്ക്. കഷ്ടപ്പാടൊന്നും അവറ്റോളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാനം ഒന്നും കളയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ചു നോക്കാം. അഥവാ ഇച്ചിരി വൈകിപ്പോയാൽ അത് മാത്രം നടപ്പില്ല. അല്ല, പറഞ്ഞേ ഉള്ളൂ. ചേച്ചി, ഇത് ടീച്ചർ തന്നതാ. ഭക്ഷണ വസ്തുക്കളെ 7ആയി തരംതിരിച്ചിരിക്കുന്നു. 1 ഇലക്കറികൾ, മത്തങ്ങ, കാരറ്റ് തുടങ്ങിയവ. 2 തക്കാളി, നാരങ്ങ തുടങ്ങിയവ. 3 പഴങ്ങൾ, പച്ചക്കറികൾ. 4 മുട്ട, മത്സ്യം. എന്തോന്നായത്? പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ. പഴവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. ആഹാ, എന്നാ ടീച്ചറിനോട് തന്നെ വാങ്ങിച്ചു തരാൻ പറ. ഓടി അമ്മ, ഞാൻ പോകുന്നു. ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ? ഭയങ്കര വൃത്തികേടായി പോയി. കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? തീരെയില്ല. എന്റെ അമ്മയെ പോലും സ്ത്രീയല്ലേ അവര്. ഇത് കുറച്ച് മുറുക്കാനാ അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ മുറുക്ക് തുടങ്ങിയിട്ടില്ല. ഇല്ലേ? കുട്ടി എവിടെ പോവാ? കേസ് കൊടുത്തോ? അയ്യേ, കേസോ? ഞാനോ? നിങ്ങളുടെ പേരിലോ? കണക്കായി പോയി. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ. അമ്മ അകത്തില്ലേ? എന്തിനാ? വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ. വേണ്ട, ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും. കുട്ടിക്ക് എന്നോടുള്ള പിണക്കം തീർന്നില്ലല്ലേ? അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ. അനിയത്തിയായിരിക്കും. എനിക്ക് ഓഫീസിൽ പോണം. വയ്ക്കുള്ളൂ. ഞാൻ അമ്മയായിട്ട് വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കാം. ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ്, അമ്മയല്ല. എന്താ? ഉമ്മർക്ക് ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെ പുറപ്പാട്. എനിക്ക് പോണം. ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ധൈര്യമായിട്ട് പോവാ. എന്താണ് എനിക്കത്? എന്താ? അതെന്നാ ഞാൻ ചോദിക്കുന്നത്, എന്താന്ന്? ഹൗസ് ഓണറിന്, നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹനാഥ എന്നല്ലേ പറഞ്ഞത്? വാളത്ത് നിന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല. അറിയാം. മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ, വിഷമമായിരിക്കും. കേൾക്കട്ടെ. ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ. ഇവിടെ പോകുന്നു പൗഡറും പൂശി പൊട്ടുമൊക്കെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ചമ നടക്ക. ഞാൻ നിങ്ങളെ പറഞ്ഞു വിടില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ അവമാനിച്ചു. മിസ്റ്റർ, എന്താ മിസ്റ്റർ? റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം വയ്ക്കുന്നത് ശരിയല്ല. ബഹളം വയ്ക്കുന്നത് ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റി ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറക്കി വിട്ടാ ഇനി സഹിക്കാൻ പറ്റില്ല. ഇന്ന് 2-1 അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ നോക്കി പേടിപ്പിക്കാണോ? അതെ, ഓഫീസിൽ പോകുന്ന പിന്നായിട്ട് എനിക്ക് തീരുമാനം അറിയണം. ആ കൊച്ചിനെ ഇറങ്ങിട്ടെ, വണ്ടിയല്ലേ ആ കൊച്ചിൽ. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇവിടെ സോഷ്യലിസം വരും. കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ.
ഒന്നും മിണ്ടാതെ വന്നത് ശരിയായില്ല. 4 ആളുകൾക്ക് 4 നല്ല തെറിയങ്ങ് കാച്ചണമായിരുന്നു. ചേച്ചേ, അയാളെ പോലെ നമ്മൾ സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ? എന്ത് സംസ്കാരം? ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. ഞാനായിരുന്നെങ്കിൽ അവന്റെ കരണപറ്റിക്ക് കണ്ടു കൊടുത്തേന്. അയാള് തിരിച്ചു തല്ലിയാലോ? പെണ്ണുങ്ങളെ തല്ലിയാവ വിവരം അറിയും. നീ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. തൊലിവെളുപ്പുള്ള പെൺപിള്ളേർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക. ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള്. എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത. കാശുകാരനാണല്ലോ, അതുകൊണ്ട് തിന്നു കൊഴിപ്പിച്ചെടുത്തിരിക്കുക ശരീരം ആളുകളുടെ മെക്കിട്ട് കയറാൻ. അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ? പേടിച്ചിട്ടോ? അതേതായാലും ഇല്ല. 8-9 കൊല്ലായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത്. അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റൂ? ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ. അതാ അതിന്റെ ശരി. മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമില്ല. ഉച്ച മുതൽ ഞാൻ ലീവാ. നാളെ കാണാം. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുക നിവൃത്തിയുള്ളൂ. അരിയേഴ്സ് എല്ലാ കാലത്തും അരിയേഴ്സ് ആയി നിലനിൽക്കും. അതെ, പിന്നെ ഇനി പെൻഷന്റെ കൂടെ നോക്കിയാൽ മതി. ഈ ഫയലുകളെല്ലാം കൂടി ഡെസ്പാച്ച് കൊടുത്തേക്കാം. ശരി. ഞാൻ പറഞ്ഞോളെ. പിന്നെ ഈ ഫയൽ ഉണ്ടല്ലോ. ഞാൻ ആ കുട്ടിയുടെ ഹൗസ് ഓർഡറാ. ഞങ്ങൾക്കൊരു പ്രോബ്ലം സംസാരിക്കാനുണ്ട്. ഓഫീസ് സമയത്ത് ആരെയും കാണാൻ പറ്റില്ല. ഓഫീസ് ടൈമിൽ പറ്റും. ഞാൻ ഹൈക്കോടതി വരെ സോറി ഓഫീസ് ടൈമിൽ ആളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താ ഒരു കാര്യം സംസാരിക്കണം. ദേ നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ പോലെ ഞാൻ നടക്കാം. ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല. എന്നെ വെയിലത്തെടുത്തിട്ട് എന്റെ ചക്കരക്കുട്ടി ഫാൻ എഴുതി സൂഹിക്കുക. എന്നിട്ട് അയാളെ പറ്റി പുറത്താക്കി സാറേ. എന്താ ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ പറ്റി സംസാരിക്കാൻ പഠിക്കാൻ അങ്ങനെ വെളിയിലൂടാന്ന് വിചാരിക്കണ്ട. ആളെ കുട്ടി പഠിക്കുന്ന ഇറക്കി വിടാൻ നോക്കാം. ഈ ഗോവഷ് കണക്കിന് അങ്ങനെ ആരും ഒന്നും തോന്നിട്ടില്ല. ഞാൻ നിന്നെ എന്റെ ബാഗ് ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ പോകുന്നു. ഞാൻ വീണ്ടും പൂർവ്വതി ശക്തിയോടെ തിരിച്ചു വരും. പോയിക്കോ. പ്രശ്നം അയാൾ ആരാ? ദീപം ദീപം ദീപം. ഹരേ ഗുരുവായൂഷ്മ. മോനെ എവിടെ പോയതമ്മേ? അതാ ഞാനും ആലോചിക്കുന്നത്. പുസ്തകമൊക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും കുടിക്കാതെ ഓടി പോകുന്ന കണ്ടു. കളിക്കാനോ മറ്റോ ആയിരിക്കും. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം. മോളെ, എനിക്ക് മനസ്സിന് ഒരു സമാധാനവും തോന്നുന്നില്ല. നമ്മൾ ദൈവദോഷം ചെയ്യുവാണോന്നൊരു പേടി. എന്ത് ദൈവദോഷം? ആ പണിക്കരുടെ അയാൾ എന്നെ ഇന്ന് എത്ര ഇൻസൾട്ട് ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെയല്ലേ. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? അതാലോചിക്കുമ്പോഴാ. എല്ലാം കളഞ്ഞുപോയാ? കളഞ്ഞു പോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന്റെ സഹായം വേണ്ട. കളഞ്ഞുപോയി. സോറി. ഇവിടെ നിൽക്കുക. ഞാനൊരു എഴുതാപാതയാ. എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശ മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് തറവാട്ട് വക സ്വത്ത് കിട്ടിയ എന്റെ വീട്. എന്റെ അച്ഛൻ ആർത്തി ഓഫീസിൽ ക്ലർക്കായിരുന്ന സമയത്ത് എന്ത് കുന്തായാലും ശരി. താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കുന്നു? എനിക്ക് കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും കണ്ടക്ടറിന്റെ വിലക്കാരനാ. ബസ്സിനകത്താണോ ഗുസ്തി? താൻ പോണോ? ഒരു ഹൗസ് ഓണറിന്റെ പ്രോഗ്രാം ഉണ്ടാക്കുന്നത് ഇയാളെന്നെ ഉപദ്രവിക്കുന്നു. ആഹാ. കണ്ടക്ടർ വണ്ടി എടുത്ത് ജലവിലാതി പിടിച്ച് പുറത്താക്ക്. നിന്റെ മറ്റൊരാളോ? എന്നെ അടിക്കരുത്. ഞാൻ അടിക്കും. സാർ ഞാൻ രാജേന്ദ്ര റാസ്കൽ നട റോഡിലാണോടാ തല്ലുമകളും? എടാ ഞാൻ കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SME സ്കൂളിൽ ഒന്നിച്ചാ.
ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരണം. വരൂ. നടുറോട്ട് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷയുണ്ടോ? പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞേനെ. പിന്നെ ഇപ്പൊ നല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് അർത്ഥമുണ്ടോ? ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വൈരിക്ക് വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. ഇരിക്കാൻ പറഞ്ഞത് SI അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്. ഒരാളെ തന്നെ 2 ആളായി കാണാനുള്ള വിദ്യയൊന്നും എനിക്ക് വശമില്ല. വൈരിക്ക് ഇരിക്കാൻ. കോട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നഗരത്തെ കിടുകിടാ വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാനവരെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന SI രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം? അതെ. തനിച്ചാണോ? കല്യാണം ഒന്നും കഴിച്ചില്ലേ? കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല. അതെന്താ? ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു പീറപ്പെണ്ണിന്റെ മുമ്പിൽ അടിയറക്കാനുള്ളതല്ല ഈ ജീവിതം. നീയാളൊരു മഹാനായി മാറി. അതെ. ഇനി പറയൂ, എന്തിനാണ് നീ റോഡിൽ വെച്ച് തല്ലുണ്ടാക്കിയത്? പറയാം. നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ആരാലും ഞാൻ വിടില്ല. അളങ്ങ് ഞാൻ പറയാം. വേഗം പറയൂ. അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക അവര് കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഓഹോ. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നുമില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ആ സ്ത്രീയും മകളും എന്നോട് പറയാ പിന്നെ അവരെന്ത് പറഞ്ഞു? അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ SI ഒരു കിഴങ്ങനാണ്, അയാൾ വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല. സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്.